മകരവിളക്കിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ തുടർന്ന് സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർ മകരജ്യോതി ദർശനത്തിനായി പർണശാലകൾ കെട്ടിത്തുടങ്ങിയ സാഹചര്യത്തിൽ സുരക്ഷ ശക്തമാക്കി. ഹോട്ടലുകളിൽ അഗ്നിശമന സേന സുരക്ഷാ പരിശോധന നടത്തുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്ക് ഉദ്യോഗസ്ഥർ നോട്ടീസ് കൈമാറും. പരിശോധന വരും ദിവസങ്ങളിലും തുടരും. അതേസമയം എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ഇന്ന് നടക്കും. സജീവ് സി വാര്യർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സജീവ്, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് മകരവിളക്ക് ഒരുക്കങ്ങൾ അത് പുരോഗമിക്കുകയാണ്. എന്താണ് സാഹചര്യം? വെർച്വൽ ക്യൂ മാത്രമാണുള്ളത്. സ്പോട്ട് ബുക്കിംഗ് ഒക്കെ ഒഴിവാക്കിയിരുന്നത് കൊണ്ട് തന്നെ തിരക്കൊരു നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സന്നിധാനത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് രാവിലെ സന്നിധാനത്ത് നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ? രഞ്ജിനി, വെരി ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ മുതൽ തിരക്കിന് വലിയ തോതിലുള്ള ശമനമുണ്ട്. പ്രത്യേകിച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ല. അതേസമയം വെർച്വൽ ക്യൂവിൽ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ വന്നിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ അതുമുണ്ടാകും. 14, 15 തീയതികളിലാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നത്. എന്നാൽ സന്നിധാനത്ത് തുടങ്ങി തിരക്ക് തുടരുകയാണ്. എന്തായാലും കൃത്യമായ നിയന്ത്രണം അവിടെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം മുതൽ നിർത്തിവെച്ചിരിക്കുന്നു. വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഒരു പരിധിവരെ തിരക്ക് നിയന്ത്രിച്ച കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മകരവിളക്കിന് 15-ാം തീയതിയാണ് മകരവിളക്ക്. ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. തിരക്ക് നിയന്ത്രിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ അവിടുന്ന് കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സജീവ് സി വാര്യരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.